പ്രതിയുടെ പേര് റിജോ ആൻ്റണി, റിൻഡോ എന്ന് കൂടി പേരുണ്ട്. റിൻഡോ എന്ന് വിളിക്കുന്ന റിജോ ആൻ്റണി ദീർഘകാലം അയാൾ ഗൾഫിലായിരുന്നു. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത് അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്ത് അയാൾക്കറിയാം CCTV ഉണ്ടെന്ന്. CCTVയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി. ഇതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്തു. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വെക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. പിന്നെ അയാളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം. വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന്. CCTV ഉണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ് അയാൾ ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൻ്റെ നമ്പർ, അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന ഞെക്കി വയ്ക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട്, പുതിയ മോഡൽ, അതൊരെണ്ണം ഇളക്കിയിട്ടാണ് അയാൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ്. ഇനി അയാൾ ചെയ്ത പരിപാടി, വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററുണ്ട്. റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ്, മൂന്നാമത്തെ ഡ്രസ്സ്. രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു, ഫിംഗർ പ്രിൻ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി, ഫിംഗർ പ്രിൻ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി, ഒരു തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷനും കിട്ടാതിരിക്കാൻ വേണ്ടി. അയാൾക്കറിയാം കണ്ണിൻ്റെ, അയാൾ പറയുന്ന കണ്ണിൻ്റെ റെറ്റിന ഐഡൻറ്റിഫിക്കേഷൻ, വിരലിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത്. ഡ്രസ്സ് ഐഡൻറ്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി, രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തത് വരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രെയിറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ. എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണയുണ്ട്. അയാൾ ബാങ്കിൽ വന്നു. നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയുന്നു, ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ വേറെ രസം, ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അയാൾ പറയുന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിൽ വരുന്നത്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റമായിട്ട് നന്നായിട്ട് അറിയാം. ഉച്ചക്കാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയുന്നത്. 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത്. ഇത് പോട്ടയിലെ ഫെഡറൽ ബാങ്കാണ്. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി. ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്തു. വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടെല്ലാം അയാൾ ഒഴിവാക്കി. പോയിട്ട് പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും CCTV ക്യാമറ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് പോയിട്ട് അയാൾ ഈ ഡ്രസ്സ് മാറി അയാൾ പുതിയ ഡ്രസ്സായി. മൂന്നാമത്തെ ഡ്രസ്സായി. ഓപ്പറേഷൻ ഇറങ്ങി മൂന്നാമത്തെ ഡ്രസ്സ്. നമ്പർ പ്ലേറ്റ് എപ്പോഴും പഴയതാണ്. പിന്നെ ഇയാൾ ചെയ്തത് അവിടുന്ന് വീണ്ടും റിയർ വ്യൂ മിറർ പെട്ടെന്ന് ഫിറ്റ് ചെയ്തു. അത് ഒരു 400-500 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ റിയർ വ്യൂ മിറർ ഫിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ. ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ, ഒരു വണ്ടി പോകുന്നു, നേരത്തെ കണ്ട വണ്ടി അല്ലല്ലോ, നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമ്പർ പ്ലേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം വ്യാജ നമ്പറാണ്. ഞങ്ങൾ നമ്പർ പ്ലേറ്റൊക്കെ വെരിഫൈ ചെയ്തു. അങ്ങനെ ഒരു നമ്പർ ഇല്ല. അങ്ങനൊരു വണ്ടി ഈ എൻഡോർക്ക് എന്ന് പറയുന്ന സ്കൂട്ടറാണ്. TVSൻ്റെ എൻഡോർക്കിന് ഇല്ലാത്ത നമ്പറാണെന്ന് മനസ്സിലായി, വ്യാജ നമ്പറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഡ്രസ്സ് ആദ്യം കണ്ട ഡ്രസ്സല്ല പിന്നെ കാണുന്നത്. കളറ് മാറി, ഡ്രസ്സ് മാറി, സ്യൂട്ട് മാറി. പിന്നെ പക്ഷേ ഷൂവിൻ്റെ അടിയിൽ ഒരു നമ്പർ, ഒരു കളറ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഷൂവിൻ്റെ അടിയിലെ ആ കളറാണ് ഞങ്ങൾക്ക് ഹിൻ്റായത്. പിന്നെ ഇയാൾ വീണ്ടും റൂട്ട് മാറ്റി എക്സ്ട്രീം ഇൻറ്റീരിയർ കുറേ പോയി. ഇറങ്ങിയിട്ട് വീണ്ടും അയാൾ ഹൈവേയിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ചെയ്തതാണ്. ഈ 2 മിററും നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതാണ് നമ്മൾ സെക്കൻഡ് ഡേ വന്നപ്പോഴത്തേനും നമുക്ക് കുറേ കൺഫ്യൂഷൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരേ സമയം CCTV മാത്രമൊന്നുമില്ല, ഞങ്ങൾ വളരെ വെൽ പ്ലാൻഡായിട്ട്, അതാണ് കേരള പോലീസിൻ്റെ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും സീനിയർ ഓഫീസർ, സംസ്ഥാന പോലീസ് മേധാവി മുതൽ ADGP LND മനോജ് എബ്രഹാം സാർ മുതൽ IGP പിന്നെ മീണ സാർ മുതൽ ഹരിശങ്കർ സാർ, DIG ഹരിശങ്കർ സാറ്,
ഞാൻ എൻ്റെ പിന്നെ DYSP-മാർ അത് നേതൃത്വം കൊടുത്തത് സുമേഷ് DYSP, കൊടുങ്ങല്ലൂർ DYSP, പിന്നെ രാജു, ഞങ്ങളുടെ എല്ലാ ടീമും അതിനകത്തുണ്ട്. മുഴുവൻ പേർക്കും നല്ല റോളാണ്. കാരണം ഞങ്ങൾ 3 ദിവസം ഉറങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പട്ടാപ്പകലൊരു മോഷണം നടക്കുക, നിങ്ങളത് വളരെ നല്ല രീതിയിൽ കവർ ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുക്കും. റിജോ ഏറെ വർഷം ഗൾഫിലായിരുന്നു. ഇപ്പം നിലവിൽ അയാൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ, അയാൾക്ക് പുതിയൊരു വീടൊക്കെ വാങ്ങിച്ചു, ഇവിടെ വന്ന് നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അയാൾ വലിയ വീട് നോക്കിയാണ്. പക്ഷേ കുറേ സാമ്പത്തിക ബാധ്യത വന്നപ്പം അത് കവർ ചെയ്യാൻ അയാളൊരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ വെരിഫൈ ചെയ്യണം. അയാൾ പറഞ്ഞ് അതേപടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അയാൾ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൈസയെ സംബന്ധിച്ച് പോലും അയാൾ തിരിച്ചും മറിച്ചൊക്കെ പറയുന്നുണ്ട്. അയാൾ കൺഫ്യൂഷനായിട്ടാണ് പറയുന്നത്. പൈസ ഉണ്ട്, ഒരിടത്തുണ്ടെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. റിക്കവറി അയാൾ ഉണ്ടെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനല്ല. ഞങ്ങൾക്കതിന് ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ ആദ്യം ഒന്ന് പറയുന്നു, ഇച്ചിരി കഴിഞ്ഞാൽ വേറൊന്ന് പറയുന്നു. അത് ഞങ്ങൾ വെരിഫൈ, അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രോപ്പറായിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യും. തുടർന്നറിവുകളെല്ലാം പെട്ടെന്ന്